എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കാരക്കാട്ട് റോഡ് എന്ന് പറയുന്ന മേഖലയിലാണ് ഇത്തരത്തിലൊരു സംശയമുണ്ടായത്. അത് ഉപയോഗശൂന്യമായ ഒരു പൈപ്പ് ലൈനാണ്, നാളുകളായി ഉപയോഗിക്കാറില്ല. 1966 സ്ഥാപിച്ച് ഇപ്പോൾ 3 വർഷമായി ഉപയോഗിക്കാത്ത ഒരു പൈപ്പ് ലൈനിൽ നിന്നാണ് ഇത്തരത്തിൽ വാതക ചോർച്ച ഉണ്ടായത് എന്നൊരു സംശയമുണ്ടായത്. പക്ഷേ അപ്പോൾ തന്നെ BPCL ഇവിടെ എത്തി കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കുകയുണ്ടായി. കാരണം ഇത് വാതക ചോർച്ചയല്ല, ഈ ഉപയോഗശൂന്യമായ ഈ പൈപ്പ് ഡീകമ്മീഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇതിലേക്ക് വെള്ളം കടത്തിവിട്ട് അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം, അതിലെ മാലിന്യങ്ങളെല്ലാം പുറത്ത് കളഞ്ഞതിന് ശേഷമായിരിക്കും മാറ്റാറുള്ളത്. കാരണം അതിനുള്ളിൽ ഈ വാതകത്തിൻ്റെ എന്തെങ്കിലും അംശമുണ്ടെങ്കിൽ അത് അറക്കുകയാണെങ്കിൽ സ്പാർക്ക് ഉണ്ടാവുകയോ അതിൽ അപകട സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്യും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി വെള്ളം കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം കടത്തി വിട്ടുമ്പോൾ ഇതിനുള്ളിലുള്ള ഈ പൈപ്പിൽ നാളുകളായി അടിഞ്ഞുകൂടിയിരിക്കുന്ന പെട്രോളിയം മാലിന്യം അതൊരു ടാറിന് സമാനമായിട്ട് ഒരു ദ്രാവകമായി അത് മാറുകയും അത് ഈ പൈപ്പിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ലീക്ക് ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അപ്പോൾ തന്നെ BPCL ഇവിടെ എത്തി അത് പരിശോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അഗ്നിശമന സേന എത്തി ഇവിടുത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും ഇത്തരത്തിൽ യാതൊരു ആശങ്കയുടെ സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എന്തായാലും ഇതിനും ഈ പൈപ്പ് ഇവിടെ നിന്ന് ഡീകമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് സമാനമായ രീതി തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇത് ഈ പൈപ്പിൽ കൂടി വെള്ളം കടത്തിവിടുകയും ആ പെട്രോളിയം മാലിന്യങ്ങൾ നീക്കം ചെയ്യാറുമാണ് പതിവ്. എന്തായാലും നിലവിൽ ആശങ്കയില്ല. ഇപ്പോൾ കൃത്യമായി ലീക്കേജ് ഉണ്ടായ ഭാഗത്ത് എന്താണ് എന്ന് നോക്കിയത് പരിഹരിച്ചതിന് ശേഷം ഇതേ പ്രവൃത്തി തന്നെ തുടരാനാണ് സാധ്യത.